ജനനായകൻ CBI വിവാദങ്ങളിൽ പരോക്ഷ പ്രതികരണവുമായി TVK അധ്യക്ഷൻ വിജയ്. ആരുടെയും അടിമയാകില്ലെന്നും ആർക്കും സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികളുടെ യോഗത്തിൽ വിജയ് പറഞ്ഞു. അഴിമതിക്കെതിരെ പോരാടാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത വിജയ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ DMK സർക്കാരിനെ തൂത്തെറിയണമെന്നും ആവശ്യപ്പെട്ടു. அரசியலுக்கு வந்ததுக்கு அப்புறமும் சரி, ஆட்சி அதிகாரத்துக்கு வந்ததுக்கு அப்புறமும் சரி, ஒன்னே ஒன்னு சொல்ற, எழுதி வச்சுக்கோங்க. இதுக்கு முன்னாடி இருந்தவங்க மாதிரியோ இல்ல இப்ப இருக்கிறவங்க மாதிரியோ ஊழல் செய்யவே மாட்டான். ஒரு துளி ஊழல் கரை கூட படியவே படியாது, படியவும் விட மாட்டான். அதனால இந்த தீய சக்தியா இருக்கட்டும், இந்த ஊழல் சக்தியா இருக்கட்டும், ரெண்டு பேரும் தமிழ்நாட்டை ஆண்டவை கூடாது. அப்படிப்பட்ட இந்த கட்சிகளை உண்மையா தில்லா எதிர்க்கிற அந்த கட்ஸும் கெத்தும் நம்ம கிட்ட மட்டும்தான் இருக்கு. அதனால நீங்க என்ன சூழ்ச்சி நம்ம மேல பண்ணாலும், என்ன அழுத்தம் நீங்க கொடுத்தாலும், இந்த அடங்கி போறதுக்கோ இந்த அண்டி பொழைக்கிறதுக்கோ இல்ல இந்த அடிமையா இருக்கிறதுக்கால நாம அரசியலுக்கு வரல. ഫൈസൽ ഹംസ വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, വിവാദങ്ങൾക്കെല്ലാം ശേഷം ആദ്യമായി വിജയ് പങ്കെടുക്കുന്ന നേതൃയോഗമാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. DMKക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് വിജയ് സംസാരിച്ചത്? ഒരു മാസത്തിന് ശേഷം വിജയ് ഒരിക്കൽ കൂടി രാഷ്ട്രീയ വേദിയിലെത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് CBI മൊഴിയെടുത്ത വിഷയത്തിലും ജനനായകൻ വിഷയത്തിലും എന്താകും പ്രതികരണം എന്നുള്ളത് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ ഒരു കൃത്യമായ പ്രതികരണത്തിന് അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എങ്കിലും പരോക്ഷമായ മറുപടിയാണ് വിജയ് നൽകിയിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് BJPക്കുള്ള മറുപടി എന്ന് തന്നെ പറയേണ്ടി വരും. ആരുടെയും അടിമയാകാനില്ല, ആർക്കും സമ്മർദ്ദത്തിലാക്കാനും കഴിയില്ല എന്നാണ് വിജയ് മറുപടി നൽകിയിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമാണ് രണ്ട് വിഷയത്തിൽ. ഒന്ന്, ഈ ജനനായകൻ സെൻസർ ബോർഡ് വിഷയത്തിൽ വിജയിയെ സമ്മർദ്ദത്തിലാക്കുന്നു, വിജയിയെ അടിമയാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടിയാണ് വിജയ് നൽകുന്നത്. അതോടൊപ്പം തന്നെ വിജയ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ, വരാനിരിക്കുന്ന തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യവും ഉണ്ടാകില്ല, ഒറ്റയ്ക്കായിരിക്കും TVK മത്സരിക്കുക എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള കരുത്ത് TVKക്കുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ഭരണം നേടാനാകും എന്നുകൂടിയാണ് വിജയ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ DMK സർക്കാരിനെ തൂത്തെറിയാനും അദ്ദേഹം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ഒരു അധികാരം പിടിക്കുകയാണെങ്കിൽ അഴിമതി മുക്തമായ ഒരു ഭരണമാകും കാഴ്ചവെക്കുക. തനിക്ക് മുമ്പ് വന്നവരെ പോലെയോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവരെ പോലെയോ താനൊരു അഴിമതിക്കാരനായിരിക്കില്ല എന്നും ഒരു പൈസ പോലും കൈകൊണ്ട് തൊടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും TVK പ്രവർത്തകരെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച് വിജയുടെ ഒരിക്കൽ കൂടിയുള്ള ഈ രാഷ്ട്രീയ പ്രഖ്യാപനം വളരെ ആശ്വാസം നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ ഡിസംബർ 18 ശേഷം വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും ഉണ്ടായിരുന്നില്ല. ഇക്കാലയളവിലാണ് വിജയെ 2 തവണ ഡൽഹിയിലേക്ക് CBI വിളിപ്പിക്കുന്നത്, മൊഴിയെടുക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് ജനനായകനുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലെ നിരന്തരമായ പോരാട്ടങ്ങൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച മദ്രാസ് ഹൈക്കോടതി വിധി പറയുന്നുമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ ഒരു പ്രസ്താവന ഈ വിഷയത്തിലൊന്നും നടത്താൻ വിജയ് തയ്യാറാക്കാത്തത് TVK പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. ആസന്നമായ തെരഞ്ഞെടുപ്പിൽ DMK സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് BJPക്ക് കടുത്ത മറുപടി നൽകിക്കൊണ്ട് ഒരു തരത്തിലും തന്നെ സമ്മർദ്ദത്തിലാക്കാനും അല്ലെങ്കിൽ അടിമയാക്കാനും കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആര്യ, ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു സഖ്യവുമായി ചേരില്ല എന്ന സൂചന കൂടിയാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ വിജയ് പങ്കുവെച്ചത് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കരുത്ത് TVKക്ക് ഉണ്ട് എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുകയായിരുന്നു. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.